കോഴിക്കോട് കൊടുവള്ളിയിൽ MDMA-യുമായി ദന്ത ഡോക്ടർ പിടിയിൽ. പാലക്കാട് കരിമ്പ സ്വദേശി വിഷ്ണുരാജിനെയാണ് പിടികൂടിയത്. ഇയാൾ താമസിക്കുന്ന കൊടുവള്ളി ഓമശ്ശേരിയുള്ള ഫ്ളാറ്റിൽ നിന്നും ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പിടികൂടി. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, സമീപകാലത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസും എക്സൈസും എല്ലാം. ഇതിനിടെയാണ് ഡോക്ടർ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അരുണ്യ, തീർച്ചയായും ഇന്ന് വൈകിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇദ്ദേഹത്തെ പിടികൂടിയത്. പാലക്കാട് സ്വദേശിയാണ് വിഷ്ണുരാജ്. ഇദ്ദേഹത്തിന്റെ ഓമശ്ശേരിയിലുള്ള ഇദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ചാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ 15 ഗ്രാം MDMA പിടികൂടിയത്. മാത്രവുമല്ല, ഇദ്ദേഹം കോഴിക്കോട് മലപ്പുറം പ്രദേശത്തുള്ള മൊത്ത വിതരണക്കാരിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്ന, കോഴിക്കോട് ജില്ലയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാനിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ബാംഗ്ലൂരിൽ നിന്നും ഇയാൾ നേരിട്ട് മയക്കുമരുന്ന് എത്തിക്കാറുണ്ട്. കോഴിക്കോട് ടൗണും NIT കൊടുവള്ളി മുക്കം പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ തോതിൽ ലഹരി വിതരണം നടത്തുന്നത് ഇദ്ദേഹമാണ് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ലഹരി ശൃംഖലയിലെ ഒരു പ്രധാനിയാണ് ഇയാൾ എന്നും കൂടി പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 മാസമായി സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു അയാൾ. അദ്ദേഹം എല്ലാ തരത്തിലുള്ള ലഹരി മരുന്നും ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ് ഇദ്ദേഹം. MDMAക്ക് ഇപ്പൊ പിടികൂടിയിട്ടുള്ള MDMAക്ക് 50,000 രൂപയോളം വില വരും. കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക് സെൽ ടീമാണ്, DSP പ്രകാശ് പടനയിൽ ഉൾപ്പെടെയുള്ള പോലീസിന്റെ ടീമാണ് ഇദ്ദേഹത്തെ നിരീക്ഷണത്തിനൊടുവിൽ ഇന്ന് വൈകിട്ടോടെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രതയും നിരീക്ഷണവും പോലീസിന്റെ വിവിധ ഏജൻസികൾ നടത്തുന്നുണ്ട് എന്നത് മാത്രമാണ് ഇതിൽ ആശ്വാസമുള്ളത്. ദിനം പ്രതി MDMA പിടിക്കുന്നു എന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്, കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും. ശരി, രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.